മലയാള സിനിമയും അതിനുള്ളിലെ സംഘടനകളും അടുത്ത കാലത്തായി വലിയ രീതിയിലുള്ള ആഭ്യന്തര തർക്കങ്ങളിലൂടെയും വിവാദങ്ങളിലൂടെയും കടന്നു പോവുകയാണ്. അമ്മ എന്ന സംഘടനക്കകത്തെ തർക്കങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ വെറും ഒരു സംഘടനക്കുള്ളിലെ ഈഗോ തർക്കങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മെ എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു സാമൂഹിക പ്രശ്നമായി വളർന്നിരിക്കുന്നു എന്നാണ് പ്രമുഖ സംവിധായകൻ കമൽ ചൂണ്ടിക്കാണിക്കുന്നത്. നടി അൻസിബക്കെതിരെ അമ്മ സംഘടനക്കുള്ളിൽ നിന്ന് തന്നെ തീവ്രവാദി എന്നും ജിഹാദി എന്നും വിളിച്ചുകൊണ്ടുള്ള ആക്ഷേപങ്ങൾ എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അമ്മ എന്ന സംഘടന വർഷങ്ങളായി മലയാള സിനിമയിൽ നിലനിൽക്കുന്ന വലിയ പാരമ്പര്യമുള്ള ഒന്നാണ്. അതിനകത്ത് ആര് പ്രസിഡൻ്റാകണം, ആര് ഭാരവാഹിയാകണം എന്നതൊക്കെ പൊതുസമൂഹത്തിന് അതിൽ വലിയ താല്പര്യങ്ങളില്ല. എന്നാൽ നടി അൻസിബ ഹസനെതിരെ ഉയർന്ന ജാതി മതപരമായ അധിക്ഷേപങ്ങൾ അങ്ങനെയൊരു ആഭ്യന്തര കാര്യമായി കണ്ട് തള്ളിക്കളയാൻ സാധിക്കില്ല. അൻസിബ ഒരു ജിഹാദിയാണ്, തീവ്രവാദിയാണ് എന്ന തരത്തിലുള്ള പ്രസ്താവനകൾ സംഘടനയ്ക്കുള്ളിലെ ഭാരവാഹികളിൽ നിന്ന് തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായി എന്ന വാർത്തകൾ തികച്ചും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയം ഇത്രയധികം ഗൗരവത്തോടെ കാണണമെന്ന് പറയുന്നത്? അതിൻ്റെ കാരണം അടുത്ത കാലത്തായി കേരളീയ സമൂഹത്തിൽ സംഘപരിവാർ ആശയങ്ങൾ ഏതു രീതിയിലാണ് വേരൂന്നാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്കെല്ലാം അറിയാം. അതിൻ്റെ പ്രതിഫലനങ്ങൾ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും മലയാള സിനിമയിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഇഷ്ടപ്പെടുന്ന പല പ്രമുഖ കലാകാരന്മാരും പ്രത്യക്ഷമായി തന്നെ രാഷ്ട്രീയത്തിൽ സജീവമായ ഒരു കാലഘട്ടമാണിത്. രാഷ്ട്രീയ പ്രവർത്തനം നടത്താനും സ്വന്തം കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്താനും എല്ലാവർക്കും അവകാശമുണ്ട്, അതിൽ തെറ്റില്ല. എന്നാൽ സിനിമ എന്ന കലയിലേക്ക് ഇത്തരം വിഭാഗീയ ചിന്തകളും വെറുപ്പിൻ്റെ ആശയങ്ങളും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് അപകടമാകുന്നത്. ഒരു വ്യക്തി സംഘടനയിൽ നിന്ന് രാജിവെച്ച് പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരാൾ വരുന്നു എന്നതിനേക്കാൾ ഉപരിയായി പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് കലാരംഗത്ത് വളർന്നു വരുന്ന ഇത്തരം വിദ്വേഷ ചിന്തകളെയാണ്. സിനിമയിലെ ഈഗോ തർക്കങ്ങൾ ഒരുപക്ഷെ ഷൂട്ടിംഗ് സെറ്റുകളെ ബാധിച്ചേക്കാം. എന്നാൽ ഇത്തരം രാഷ്ട്രീയ മതപരമായ കടന്നുകയറ്റങ്ങൾ ബാധിക്കുന്നത് നമ്മുടെ സമൂഹത്തെയാണ്. കലയെ കലയായി കാണാനും മനുഷ്യരെ മനുഷ്യരായി കാണാനുമുള്ള ആ പഴയ സിനിമ സംസ്കാരം നമുക്ക് തിരികെ വേണം.